വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മേഘ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് KASലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ കേരള ഇക്കോണമി എന്ന വിഷയത്തിൻ്റെ സിലബസിൻ്റെ ഡീകോഡിങ്ങുമായിട്ടാണ്. കേരള ഇക്കോണമി എന്ന് പറയുന്നത് പ്രിലിംസിനും അതുപോലെ തന്നെ മെയിൻസിനും കൂടാതെ നിങ്ങളുടെ ഇൻ്റർവ്യൂ സെഷൻസിലും നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായ ചോദ്യങ്ങൾ വരുന്നതും ഏറ്റവും നല്ല രീതിയിൽ എക്സാം എഴുതാൻ നിങ്ങളെ സഹായിക്കുന്നതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരള ഇക്കോണമി. പലപ്പോഴും വിദ്യാർത്ഥികൾ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഇക്കോണമിക്ക് അത്രത്തോളം മെറ്റീരിയൽസ് അവൈലബിൾ അല്ല. അപ്പോൾ അത് എങ്ങനെ പഠിക്കണം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം UPSC പ്രിപ്പയർ ചെയ്ത ആളുകൾക്കും ഇപ്പോൾ കേരള PSC പ്രിപ്പയർ ചെയ്യുന്നവർക്കും അത്രത്തോളം പലപ്പോഴും ഒഴിവാക്കി വിടുന്നൊരു ഭാഗമാണ് കേരള ഇക്കോണമി എന്ന് പറയുന്നത്, അല്ലേ? എക്കണോമിക്സ് പൊതുവെ അത്ര താല്പര്യം തോന്നാത്തൊരു വിഷയമാണ് പലർക്കും. പക്ഷേ KS വരുന്ന സമയത്ത് KSനെ സംബന്ധിച്ചിടത്തോളം പ്രിലിംസിനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പേപ്പർ 2 എന്ന് പറയുന്നതിൽ ഇക്കണോമിക്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിൽ തന്നെ ഒരു പ്രധാന പോർഷനായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവുക കേരള ഇക്കോണമിയിൽ നിന്നാണ്. മെയിൻസ് എക്സാം എഴുതുമ്പോൾ മെയിൻസ് എക്സാം നമുക്കറിയാം 3 മാർക്കിനും 5 മാർക്കിനുമാണ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 3 മാർക്കും 5 മാർക്കിലുമാണ് ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? കേരള ഇക്കോണമിയുടെ ചോദ്യങ്ങൾ ഒരുപാട് കടന്നു വരാറുണ്ട്. ഓക്കെ. പിന്നെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ പോളിസി മേക്കേഴ്സായി ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേരള ഇക്കോണമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് അത്യാവശ്യം നല്ലൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ഇക്കോണമി കൃത്യമായിട്ട് പഠിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഉയർന്ന റാങ്കുകളിലേക്ക് എത്താനും ഈ ഒരു വിഷയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് കേരള ഇക്കോണമി എങ്ങനെ പഠിക്കാം, എങ്ങനെയാണ് ഈ ഒരു സിലബസിനെ നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്, എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കേരള ഇക്കോണമിയുടെ സിലബസ് നിങ്ങൾക്കറിയാം. നമുക്ക് പ്രിലിംസിനാണെന്നുണ്ടെങ്കിലും മെയിൻസിനാണെന്നുണ്ടെങ്കിലും എക്കണോമിക്സിൽ 8, 9 അല്ലേ, എക്കണോമി ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്നതിൽ 8ാമത്തെയും 9ാമത്തെയും സബ് ഡിവിഷൻസ് ആയിട്ടാണ് കേരള ഇക്കോണമി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, 8ാമത്തേൽ പറഞ്ഞിട്ടുണ്ട് എക്കണോമി ഓഫ് കേരള സ്റ്റേറ്റ് ആൻഡ് ഓവർവ്യൂ, അതാണ് ഒന്നാമത്തത്. പിന്നെ പോപ്പുലേഷൻ, മേജർ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് സെക്ടർ ഇഷ്യൂസ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സസ്, മേജർ ഡെവലപ്മെന്റൽ പ്രോജക്ട്സ്, പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ്, കോപ്പറേറ്റീവ് സെക്ടർ, ഹിസ്റ്ററി ആൻഡ് റെലവൻറ്റ് പോളിസീസ് ഇൻ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, IT സെക്ടർ, പ്രവാസി ആൻഡ് ഫോറിൻ റെമിറ്റൻസ്. അടുത്തത് 9ാമത്തത് കൊടുത്തിട്ടുണ്ട് കേരള മോഡൽ ഡെവലപ്മെന്റ്. അതിൽ തന്നെ ലാൻഡ് റിഫോംസ്, സോഷ്യൽ സെക്യൂരിറ്റി, ഡെവല്യൂഷൻ ഓഫ് പവർ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, ഹൗസിംഗ്, ടൂറിസം, വിമൺ എംപവർമെന്റ്, സോഷ്യൽ വെൽഫെയർ സ്കീംസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, റോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് കേരള പ്ലാനിംഗ് ബോർഡ്, അച്ചീവ്മെന്റ്സ് ഓഫ് കേരള ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ, പോളിസീസ്, പ്രോഗ്രാംസ്, ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ഇമ്പാക്ട്സ്. ഇങ്ങനെയാണ് നമുക്ക് സിലബസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിലബസിനെ നമുക്ക് ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ കേരള ഇക്കോണമിയുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളായിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ, ഓക്കെ, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പ്രധാനമായിട്ടും വരുന്നത് 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന് ഗ്രോത്ത്, അല്ലേ? ഒന്ന് ഡെവലപ്മെന്റ്. എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെന്റും. അപ്പോൾ ഈ ഗ്രോത്തും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്, ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താണ്, ഇപ്പോൾ GDP ടേംസിലുള്ളത്, പിന്നെ അതുപോലെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഡാറ്റ, ഓരോ സെക്ടേഴ്സ് ഓഫ് ഇക്കോണമിയിലുള്ള പ്രസന്റ് സ്റ്റേറ്റസ് എങ്ങനെയാണ്, എംപ്ലോയ്മെന്റിന്റെ സ്റ്റേറ്റസ് എങ്ങനെയാണ്, അൺഎംപ്ലോയ്മെന്റ് സ്റ്റേറ്റസ് എങ്ങനെയാണ്, ഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള പെർസെൻറ്റേജ്, അത്തരത്തിലുള്ള ഫാക്ട്സ്, ഫിഗേഴ്സ്, അങ്ങനെയുള്ള കുറച്ചും കൂടി കണക്കുകളാണ് കൂടുതൽ ഈ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ, അല്ലേ, നമുക്ക് മനസ്സിലാവുക. കുറച്ചും കൂടി ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലാണ്, അങ്ങനെ പറയാം, അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലാണ് പലപ്പോഴും നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നതിനെ മെഷർ ചെയ്യുന്നത്. എന്നാൽ ഡെവലപ്മെൻറ്റ് അങ്ങനെയാണോ? അല്ല. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിന് കുറച്ചും കൂടി ഒരു സാമൂഹിക മാനമാണുള്ളത്, അല്ലേ? ഒരു സോഷ്യൽ ആസ്പെക്റ്റ് കുറച്ചും കൂടി ഉള്ളതാണ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ഗ്രോത്തിനെ കാണിക്കുന്ന ചില നമ്പേഴ്സ് മാത്രമല്ല. അവിടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലേ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അല്ലേ, ഡെവലപ്മെൻ്റ് ഒക്കെ എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ്. എങ്ങനെയാണെങ്കിലും ഈ ഒരു 2 രീതിയിലാണ് ഏറ്റവും പ്രധാനമായിട്ട് എക്കണോമിക്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള സിലബസിനും എങ്ങനെയാണ്? ഈ രീതിയിൽ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്
ഈ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, സർവീസ് സെക്ടർ, ഇതിലൊക്കെ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റും ഉണ്ട്, ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ നമുക്ക് ഈ ഭാഗത്ത് കൂടുതൽ ഗ്രോത്തും ഈ ഭാഗത്ത് കൂടുതൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനെ ഇനിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി ഇതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രോത്ത്, അതുപോലെ ഡെവലപ്മെൻറ്റ് സ്കീംസ്, ഈ 3 കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിയുടെ കേരള എക്കോണമി എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം. അപ്പോൾ ഗ്രോത്ത് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഉണ്ട്, സ്കീംസ് ഉണ്ട്. ഇനി ഇതിൽ എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നോക്കാം. ഓവർവ്യൂ ഓഫ് കേരള എക്കോണമി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ എങ്ങനെ പഠിക്കുക? ഓവർവ്യൂ ഓഫ് കേരള എക്കോണമി എന്ന് പറയുന്നത്, അപ്പോൾ ഈ കേരള ഇക്കോണമി അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് ഒരു പൊതുവായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അവിടെ നിങ്ങൾ എല്ലാ സെക്ടേഴ്സിലുമുള്ള കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്, അല്ലേ, കേരളം എത്രത്തോളം പുരോഗമനം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സിൽ ബാക്കിൽ പോകുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങളിൽ മുന്നിലേക്ക് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഓവർവ്യൂ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കേരളത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. കേരളത്തിൻ്റെ ഓരോ സെക്ടേഴ്സും, പ്രൈമറി സെക്ടർ എങ്ങനെയാണ്, സെക്കൻഡറി സെക്ടർ എങ്ങനെയാണ്, ടെറിഷറി സെക്ടർ എങ്ങനെയാണ്, ഏത് സെക്ടറിലാണ് കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത്, ഏത് സെക്ടറാണ് കൂടുതൽ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ GSDPയിലേക്ക്, അതുപോലെ ഡെവലപ്മെൻറ്റ് ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സ്റ്റേറ്റിനെ കുറിച്ച് ഒരു ഓവർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ എഡ്യൂക്കേഷനെ കുറിച്ച്, ഹെൽത്ത് സെക്ടേഴ്സ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർവ്യൂ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഒരു ബ്രോഡ് ടേമാണ്. നിങ്ങൾ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യുക, എങ്ങനെ നിങ്ങൾ പഠിക്കുക? ഇതിന് ഏറ്റവും നല്ലൊരു ആധികാരികമായ ഒരു സോഴ്സ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പുറത്തിറക്കുന്ന എക്കണോമിക് റിവ്യൂ ആണ്. എക്കണോമിക് റിവ്യൂ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? നമ്മുടെ ബഡ്ജറ്റിന് മുന്നേ സെൻട്രൽ ഗവൺമെൻറ്റിലാണെങ്കിൽ എക്കണോമിക് സർവേ ഉണ്ട്. അതേപോലെ തന്നെ എക്കണോമിക് റിവ്യൂ ഇപ്പോൾ 2024 നമ്മുടെ കേരള ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കേരള പ്ലാനിംഗ് ബോർഡ് ഇറക്കിയിട്ടുള്ള ഒരു ആധികാരികമായ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് എക്കണോമിക് റിവ്യൂ. അപ്പോൾ ഈ എക്കണോമിക് റിവ്യൂവിൽ കൃത്യമായിട്ട് ഓരോ സെക്ടേഴ്സിനെ കുറിച്ചും ഒരു ഓവർവ്യൂ തരുന്നുണ്ട്. അതുകൂടാതെ ഓരോ സെക്ടറിനെയും ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബേസിക് ഡോക്യുമെൻ്റ് ആയിട്ട്, ഒരു ആധികാരികമായ ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ എന്തെടുക്കാം? എക്കണോമിക് റിവ്യൂ എടുക്കാം. ആ എക്കണോമിക് റിവ്യൂവിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കേരള സ്റ്റേറ്റിൻ്റെ ഓവർവ്യൂ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതല്ലാതെ നമ്മൾ പത്രങ്ങളിലൂടെയാണെങ്കിലും, അതുപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്നവർക്ക് കേരള എക്കോണമി എന്നുള്ള ഒരു സബ്ബായിട്ടുള്ള ഒരു ഭാഗം പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ കേരള എക്കോണമിയുടെ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കുകളും ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആശ്രയിക്കാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. കേരള എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണ് കേരള എക്കോണമിയുടെ അവസ്ഥ എന്താണ്, അല്ലേ? അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കൂടിയതാണ് കേരള എക്കോണമി. അപ്പോൾ ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടണം. അപ്പോൾ അതിൽ കൂടുതലും ഗ്രോത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ ഡെവലപ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഗ്രോത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, അത് കുറച്ചും കൂടി ഒരു ക്വാണ്ടിറ്റി വൈസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഫിഗേഴ്സ്, ഫാക്ട്സ് ഒക്കെ വരുന്നതാണ് ഈ ഒരു ഗ്രോത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്താണ്, ഡെവലപ്മെൻറ്റും. ഓക്കെ, അപ്പോൾ കേരള സ്റ്റേറ്റ് ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്നതിൽ നമുക്ക് 2 കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, ഗ്രോത്ത് ഇൻഡിക്കേറ്റേഴ്സും ഡെവലപ്മെൻറ്റും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. അതായത് പ്രിലിംസിന് നമുക്ക് ഒരുപാട് ഫാക്റ്റുകൾ തന്നുകൊണ്ട് അതിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ മെയിൻസിന് വരുമ്പോഴോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോപ്പ് സൈഡഡ് ഡെവലപ്മെൻ്റ് ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല നമുക്ക് എപ്പോഴും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഒരു ഉത്തരം, ഒരു എക്കണോമിക്സിന്, പ്രത്യേകിച്ച് ഒരു കേരള എക്കോണമിയുടെ ചോദ്യത്തെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഡാറ്റ ഉണ്ടായിരിക്കണം. ആ ഡാറ്റയെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഗ്രോത്തിനെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കണക്ഷൻ, അല്ലേ, ആ ഒരു കണക്ഷൻ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? യെസ്. സോ നെക്സ്റ്റ് ഡെമോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മുടെ സിലബസിലെ പോപ്പുലേഷൻ വരുന്നത്. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഓവർവ്യൂ കഴിഞ്ഞാലുള്ളതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. പോപ്പുലേഷനിൽ ചോദിക്കുന്നതാണ് ഇപ്പോൾ സെൻസസ് ഡാറ്റ കൃത്യമായിട്ട് അറിയണം. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ, സെൻസസിൻ്റെ ഡാറ്റ നമുക്ക് കൃത്യമായിട്ട് അറിയണം. ദെൻ അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ ജില്ലകൾ തിരിച്ചിട്ടുള്ള കണക്കുകൾ അറിയണം.
അപ്പോൾ അങ്ങനെ സെൻസസിന് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതും കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഡെമോഗ്രഫിയെക്കുറിച്ചൊരു ധാരണയും നമുക്ക് ഉണ്ടാവണം അല്ലേ. ഇപ്പോൾ കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, HR അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഇത്രയും കൂടിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഓൾഡ് ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിലൊക്കെ കേരളം ഇപ്പോൾ ഉൾപ്പെടുന്നുണ്ട്. തെക്കൻ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഓൾഡ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇതിൽ വരുന്നതാണ്. അങ്ങനെ കുറേ കൺസെപ്റ്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നുണ്ട് ഡെമോഗ്രഫി എന്ന് പറയുന്നതിൽ. അപ്പോൾ ഈ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രിലിംസിന് എന്താണ് ഫാക്ച്വൽ ആയിട്ടുള്ള രീതിയിൽ ചോദിക്കും. മെയിൻസിന് വരുമ്പോൾ എങ്ങനെയായിരിക്കും, യെസ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സെക്സ് റേഷ്യോ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു അഭിപ്രായം, ഒരു ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ ചില ടേംസ് എടുത്തുകൊണ്ട് എന്താണിത് എന്നുള്ള രീതിയിൽ കറക്റ്റ് ഫാക്ട്സ് ആയിട്ടോ മെയിൻസിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഡെമോഗ്രഫി എന്ന് പറയുന്ന ഭാഗം നന്നായിട്ട് നോക്കണം, കേരള ഡെമോഗ്രഫി. അപ്പോൾ കേരള ഡെമോഗ്രഫിയിലാണ് ഇത് നിങ്ങൾ പഠിക്കേണ്ടത്. പോപ്പുലേഷൻ പഠിക്കുമ്പോൾ സെൻസസ് കൃത്യമായിട്ട് പഠിക്കണം. ഇനി അടുത്തത് സെക്ടേഴ്സ് ഓഫ് ഇക്കോണമിയാണ്. നോക്കൂ, ഇതിലങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളിതിനെ മനസ്സിലാക്കുക. മേജർ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് സെക്ടർ ഇഷ്യൂസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രൈമറി സെക്ടർ അല്ലെ. സെക്ടേഴ്സ് ഓഫ് ഇക്കോണമിയിൽ തന്നെ നമുക്കറിയാം ഒന്നാമത്തത് പ്രൈമറി സെക്ടർ ഉണ്ട്. അപ്പോൾ പ്രൈമറി സെക്ടറിൽ നമ്മൾ അഗ്രികൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കും അല്ലെ. കേരളത്തിലുള്ള അഗ്രികൾച്ചർ എങ്ങനെയാണ്, കേരളത്തിൻ്റെ കൃഷി എന്ന് പറയുന്നത് എങ്ങനെയാണ്, അത് എത്രത്തോളം എക്കണോമിക് ടേംസിൽ നോക്കുമ്പോൾ, ഗ്രോത്തിൻ്റെ ടേംസിൽ നോക്കുമ്പോൾ അത് എത്രത്തോളം GSDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ എത്രത്തോളം എംപ്ലോയ്മെൻറ്റ് റേറ്റ് അഗ്രികൾച്ചറിനെ സംബന്ധിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇതേ കാര്യം ജോഗ്രഫിയും റിലേറ്റഡ് ആയിട്ടുണ്ട്. കാരണം കേരള ജോഗ്രഫി പഠിക്കുമ്പോൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നത് തന്നെ അല്ലേ പല രീതിയിലുള്ള കൃഷി രീതികൾ, മുണ്ടകൻ അല്ലേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പല രീതിയിൽ പുഞ്ച എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കൃഷി രീതികൾ കേരളത്തിൽ നിലവിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് രണ്ടും ഒറ്റ പേപ്പറിൽ തന്നിട്ടുള്ളത്. മെയിൻസിന് നോക്കുമ്പോൾ നമുക്കറിയാം അല്ലേ ജോഗ്രഫിയുടെ ആസ്പെക്റ്റ് ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും കേസിനെ സംബന്ധിച്ച് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. ഒരു വിഷയത്തെയും അങ്ങനെ ഒറ്റയ്ക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. എല്ലാ വിഷയങ്ങളും തമ്മിൽ എന്താണ്, ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ ആദ്യം കൃത്യമായിട്ട് നോക്കണം. ഇനി അഗ്രികൾച്ചറിലെ ഇഷ്യൂസ് എന്തൊക്കെയാണ് അഥവാ ചാലഞ്ചസ് എന്തൊക്കെയാണ് അല്ലേ, ഇത് നിങ്ങൾക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ നിന്ന്, അതായത് അഗ്രികൾച്ചറൽ മിനിസ്ട്രിയുടെ വെബ്സൈറ്റുകളിൽ നിന്ന് ഒരുപാട് ഡാറ്റ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് പ്രസിദ്ധീകരണങ്ങളെ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് റിവ്യൂ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സാണ്. സോ അഗ്രികൾച്ചറൽ ഇഷ്യൂസ്, ചാലഞ്ചസ്, പിന്നെ പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ്. ശരിക്കും ഈ പ്രോഗ്രാംസ് ആൻഡ് സ്കീംസിനെ സെപ്പറേറ്റ് പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് അഗ്രികൾച്ചർ എന്നൊരു സെക്ടർ എടുക്കാം. ആ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ സെക്ടറിൽ കേരളത്തിലുള്ള കൃഷി എന്താണ്, എന്തൊക്കെ തരം കൃഷി രീതികളാണ് കേരളത്തിൽ നിലവിലുള്ളത്, ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്രോപ്സ്, ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്യാഷ് ക്രോപ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഫുഡ് ക്രോപ്സ് ഏതൊക്കെയാണ്, അത് എത്രത്തോളം, എത്ര പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ എത്ര ഒരു ഏരിയയിലൊക്കെയാണ് ഇത് കൃഷി ചെയ്യുന്നത് അല്ലേ, ഇതെങ്ങനെയാണ് കേരള ഇക്കോണമിക്ക് ബെനിഫിഷ്യൽ ആവുന്നത്, ശരിയല്ലേ. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ, പൊതുവെ അഗ്രികൾച്ചർ നേരിടുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇതിനെ പരിഹരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് നടത്തുന്നുണ്ടാവുമല്ലോ. ആ ഇൻ്റർവെൻഷൻസ് അഥവാ പോളിസീസ് എന്തൊക്കെയാണ്, അതിനുവേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികൾ, പ്രോഗ്രാംസ്, സ്കീംസ്, ഇതൊക്കെ എന്താണ്. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന സെക്ടർ എന്താണ്, അവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ടറിലേക്ക് പോവാം, ഇൻഡസ്ട്രി എന്ന് പറയുന്നതിലേക്ക് പോവാം. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അല്ലെ ഇൻഡസ്ട്രിയെ കുറിച്ചൊരു ഓവർവ്യൂ അത് നിങ്ങൾക്ക് അറിയണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ച ടോപ്പിക്കില്ലേ, അതായത് കേരള സ്റ്റേറ്റ് ആൻഡ് ഓവർവ്യൂ. അത് മനസ്സിലാവുമ്പോൾ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്, ആ ഇൻഡസ്ട്രീസ് നേരിടുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടാൻ പറ്റുന്നതാണ് അല്ലേ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സസ്. കാരണം ഇത് ഇൻഡസ്ട്രിയുടെ മാത്രമല്ല കേട്ടോ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് നമ്മൾ കിഫ്ബിയെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. കാരണം കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഇന്ന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് കിഫ്ബി എന്ന് പറയുന്നത്. അപ്പോൾ കിഫ്ബി പക്ഷേ ഒരു സെക്ടറിലേക്ക് മാത്രമല്ല അല്ലേ, പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും ടെറിഷറി സെക്ടറിലും ഒക്കെ കിഫ്ബിക്ക് എന്താണ് ഒരുപാട് പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കിഫ്ബി മാത്രമല്ല കേട്ടോ, കിഫ്ബി പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സസ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല മറ്റ് 3 സെക്ടേഴ്സിലേക്കും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ
ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. യെസ്, അപ്പോൾ ഇൻഡസ്ട്രീസ് പഠിക്കുമ്പോൾ പ്രത്യേകം നോക്കുക, ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. ഇതും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡാറ്റ ഉള്ളതാണ്, ഡാറ്റ കിട്ടും. കേരളത്തിൽ ഏതൊക്കെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, ആ ഇൻഡസ്ട്രീസ് നേരിടുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, ആ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് നടത്തുന്ന ഇൻ്റർവെൻഷൻസ്, പോളിസീസ്, പ്രോഗ്രാംസ്, സ്കീംസ്, ഇതൊക്കെ എന്താണ്. ദെൻ യെസ്, പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ഞാൻ പറഞ്ഞു. ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് കണ്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ കൂടുതലും രണ്ട് കാര്യങ്ങൾ, അതായത് ഗ്രോത്തും വന്നു, ഡെവലപ്മെൻറ്റും വന്നു, സ്കീംസും വന്നു. ഈ ഒരു അപ്രോച്ചാണ് നമുക്ക് എല്ലാത്തിലും വേണ്ടത്. അപ്പോൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും, ഇപ്പോൾ നിങ്ങൾ അഗ്രികൾച്ചർ പഠിക്കുകയാണെങ്കിലും ഇൻഡസ്ട്രി പഠിക്കുകയാണെങ്കിലും സർവീസ് സെക്ടർ പഠിക്കുകയാണെങ്കിലും ഈ 3 കാര്യങ്ങൾ ഓർക്കുക: ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, സ്കീംസ്. ഏതാണ്? ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, സ്കീംസ്. ഓക്കെ. ദെൻ സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിൽ നമുക്കറിയാം കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, അല്ലേ? സർവീസ് സെക്ടർ എത്രത്തോളം കേരള ഇക്കോണമിക്ക് ഒരു നട്ടലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പിന്നെ എത്രത്തോളം എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് IT സെക്ടർ. അത് കൃത്യമായിട്ട് സിലബസിൽ IT എന്ന് പറഞ്ഞ് തന്നെ എടുത്തു പറയുന്നുണ്ട്. കണ്ടോ നിങ്ങൾ, IT സെക്ടർ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ പ്രവാസി ആൻഡ് ഫോറിൻ റെമിറ്റൻസ്, ഇതും ഏതിലാണ് വരുന്നത്? യെസ്, തേർഡ് ടെറിഷറി സെക്ടറിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഈ പ്രവാസി റെമിറ്റൻസ് അഥവാ ഫോറിൻ റെമിറ്റൻസ് എന്ന് പറയുന്നത് സർവീസ് സെക്ടർ. ശരിക്കും പറഞ്ഞാൽ കേരള ഇക്കോണമിയിൽ പ്രവാസി റെമിറ്റൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലേ? കാരണം ഗൾഫ് മണി അല്ലെങ്കിൽ ഗൾഫ് മൈഗ്രേഷൻ കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 80കളിൽ നടന്ന ഗൾഫ് മൈഗ്രേഷൻ നമ്മളുടെ സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള രംഗങ്ങളിലൊക്കെ തന്നെ വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഒരു ഇന്ന് കേരളത്തിൽ കാണുന്ന ഇന്ന് നമ്മൾ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് നമ്മുടെ ഗൾഫ് മണി, ഗൾഫ് മൈഗ്രേഷൻ കാരണം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രവാസി ഓർ ഫോറിൻ റെമിറ്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കോപ്പറേറ്റീവ് സെക്ടർ. കോപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോപ്പറേറ്റീവ് മേഖല, സഹകരണ മേഖല എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കോപ്പറേറ്റീവ് സെക്ടർ ഇത് 3ലും വരും, അല്ലേ? കാരണം കോപ്പറേറ്റീവ് സെക്ടറിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ പാക്സ്, അല്ലേ? പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആണ്. ഇനി ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് കോപ്പറേറ്റീവ് സെക്ടറിൽ എങ്ങനെയാണ്? ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് നിങ്ങൾക്കറിയാം, അല്ലേ? ഇപ്പോൾ ഹാൻഡ് വീവ് ആണെങ്കിലും ഹാൻഡ് ടെക്സ് ആണെങ്കിലും സെറിഫെഡ് ആണെങ്കിലും കെയർഫെഡ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓർ ഇൻഡസ്ട്രി റിലേറ്റഡ് ആഗ്രോ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, അല്ലേ? പിന്നെ മിൽമ പോലെയുള്ള മറ്റ് പ്രൊഡ്യൂസർ സൊസൈറ്റീസ്, ഇതൊക്കെ എവിടെ വരും? കോപ്പറേറ്റീവ് സെക്ടർ. സോ കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ കാര്യങ്ങൾ പഠിക്കാതെ പോകാനായിട്ട് സാധിക്കില്ല. കോപ്പറേറ്റീവ് മേഖലയെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്കുണ്ടാവണം. കോപ്പറേറ്റീവ് സെക്ടർ ഈ 3 ഇതിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതാണ്. സർവീസ് സെക്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് ഓപ്പറേഷൻസ് കൃത്യമായിട്ട് ചെയ്യുന്നത്, കാരണം ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ടെറിഷറി സെക്ടറിൽ വരുന്നതാണ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബാങ്കിങ് അഥവാ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിനെ അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ കോപ്പറേറ്റീവ് സെക്ടർ ഈ 3 കോപ്പറേറ്റീവ് സെക്ടറിന് കൃത്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ ഒരു പൊതുവായ സ്ട്രക്ചർ എങ്ങനെയാണ് കേരളത്തിൽ, അല്ലേ? ക്രെഡിറ്റിലാണെങ്കിൽ എങ്ങനെയാണ്, മറ്റ് സെക്ടേഴ്സ് നോൺ ക്രെഡിറ്റ് ആണെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഒരു എത്രത്തോളം ചാലഞ്ചസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ കോപ്പറേറ്റീവ് മേഖല എത്രത്തോളം നമ്മുടെ ഒരു സാമ്പത്തിക രംഗത്തേക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ തുടങ്ങി കോപ്പറേറ്റീവ് മേഖലയെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കുക. അപ്പോൾ കണ്ടോ, ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ശരിക്കും 3 കാര്യങ്ങൾ: ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, സ്കീംസ്. ഇത് 3 നമുക്ക് ഇവിടെ വരുന്നതായിട്ട് കാണാം. പിന്നെ ഉള്ളത് അടുത്ത ഭാഗം, അതായത് 9th ഭാഗം നിങ്ങൾ കണ്ടില്ലേ ഇതിൽ, ഈ ഭാഗം ഇതിലുള്ളതാണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. എല്ലാ എക്സാംസിനും പ്രത്യേകിച്ച് കേരള ഇക്കോണമിയിൽ കേരള മോഡൽ ഡെവലപ്മെൻറ്റിൽ നിന്നും ഒരു ചോദ്യം തീർച്ചയായിട്ടും പ്രിലിംസിനും മെയിൻസിനും ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. 1-2 ക്വസ്റ്റ്യൻസ് കേരള മോഡൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? എന്താണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ്, അല്ലേ? എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും നമ്മൾ ഉയർത്തി പറയാൻ? തീർച്ചയായിട്ടും ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാവും, അല്ലേ? എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്? എന്നാൽ അത് പൂർണ്ണ രീതിയിൽ സക്സസ്ഫുൾ ആണോ? ഓക്കെ, പൂർണ്ണമായിട്ട് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും അതിന് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോപ്പ് സൈഡഡ് ആണ് എന്നൊക്കെ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യും? ആ രീതിയിൽ വേണം ചിന്തിക്കാനായിട്ട്. കേരള മോഡൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത അവിടെ കൊടുക്കണം. ഇതിന് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലെക്ചേഴ്സ് ഉണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, എന്താണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ
എന്തുകൊണ്ടാണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റിനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളൊക്കെ ഇതിനെ കൃത്യമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അറിയേണ്ട ഒന്നാണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോസും കോൺസും എല്ലാം നിങ്ങൾക്ക് അറിയണം. ദെൻ ലാൻഡ് റിഫോംസ് അല്ലേ, കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ സാമൂഹികമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായിട്ടുള്ള വിപ്ലവങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് അല്ലേ. ഭൂപരിഷ്കരണ നിയമങ്ങൾ. ലാൻഡ് റിഫോംസിൽ നിന്നും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസിനും ചോദിച്ചിട്ടുണ്ട്, മെയിൻസിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് റിഫോംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കുക. സോ അതൊക്കെ ഡെവലപ്മെൻറ്റൽ ഏരിയ ആണ്. അവിടെയൊന്നും ഗ്രോത്ത് എന്ന് പറയുന്ന ആസ്പെക്റ്റിനേക്കാൾ കൂടുതലായിട്ട് വരുന്ന എന്താണ് ഡെവലപ്മെൻറ്റ്. കാരണം എന്താ, ലാൻഡ് റിഫോംസ് നടപ്പിലാക്കിയപ്പോൾ ലാൻഡ്ലെസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് സ്വന്തമായിട്ട് ലാൻഡ് കിട്ടുകയാണ്. ശരിയല്ലേ? അവിടെ ഉണ്ടാവുന്ന എന്താ, ഒരു സാമൂഹിക വിപ്ലവമാണ്. സാമൂഹികം മാത്രമല്ല, ഒരു രാഷ്ട്രീയ വിപ്ലവമാണ്. അതുമാത്രമാണോ? അല്ല, ഒരു സാമ്പത്തിക വിപ്ലവമാണ്. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ ലാൻഡ് റിഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിനെ കുറിച്ചാണ് പറയുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സാമൂഹിക സുരക്ഷ എന്ന് പറയുന്നത്. ഒരുപാട് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, പോളിസീസ് എല്ലാം നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരള ഇക്കോണമി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരിക്കലും മാറ്റിവെക്കാനായി സാധിക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് സാമൂഹിക സുരക്ഷാ പദ്ധതികളെക്കുറിച്ചും അതിൻ്റെ അത്തരത്തിലുള്ള പോളിസികളെക്കുറിച്ചും, എന്തൊക്കെ പോളിസീസ് അല്ലേ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓൾഡ് ഏജ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി ഗവൺമെൻറ് ഒരുപാട് പോളിസി മേക്കിംഗ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഡിഫറെൻറ്റ് അല്ലേ പ്രിവിലേജ് ആൻഡ് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് അണ്ടർ പ്രിവിലേജ്ഡ് സെക്ഷൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളും കാര്യങ്ങളും സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് മിനിസ്ട്രിയുടെ വെബ്സൈറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഡിവല്യൂഷൻ ഓഫ് പവർ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് അല്ലേ, ഇതൊക്കെ ഏകദേശം ഒരേ ഇതിൽ കൊടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ജനകീയാസൂത്രണം, കേരളത്തെ സംബന്ധിച്ച് ജനകീയാസൂത്രണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു നാഴികക്കല്ല് തന്നെയാണ് ജനകീയാസൂത്രണം അല്ലേ. പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനകീയാസൂത്രണം എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃകയായി കേരളം ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ കില പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. കേരളത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഡിവല്യൂഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് നടപ്പിലായി വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ കൃത്യമായ അതിൻ്റെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇന്ന് അത് എവിടെ എത്തി നിൽക്കുന്നു, ഇന്ന് എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വയം പദ്ധതികൾ അവരെങ്ങനെയാണ് പദ്ധതി രൂപീകരണം നടത്തുന്നത്, എന്താണ് അവിടെ ഗ്രാമസഭകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാമസഭകളിൽ ആരൊക്കെയാണ് അവിടെ പങ്കെടുക്കേണ്ടത്, ആരൊക്കെയാണ് അല്ലെ, ഒരു പഞ്ചായത്തിൽ എങ്ങനെയാണ് ഒരു പദ്ധതി രൂപീകരണം, പദ്ധതി നിർവഹണം തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നത്, ഒരു പഞ്ചായത്തിന് കീഴിൽ എന്തെല്ലാം മറ്റ് സംവിധാനങ്ങൾ വരുന്നുണ്ട്, ഇതെല്ലാം എന്തിൽ വരികയാണ്, വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നുണ്ട്. അപ്പോൾ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിന് പോളിറ്റിയുമായിട്ട് ബന്ധമുണ്ട് ഈ ഒരു ടോപ്പിക്കിന്. എങ്ങനെയാണ് നിങ്ങൾക്കറിയാം, 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം അല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻ ഇന്ത്യ ലെവലിൽ. അപ്പോൾ അതിലുള്ള ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് ഒരുപാട് പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയും റിലേറ്റ് ചെയ്തിട്ട്, അതായത് ഒരു സബ്ജക്റ്റിനെ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് ക്ലബ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് സാധിക്കും. ആ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് KS സംബന്ധിച്ച് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഹൗസിംഗ്, ടൂറിസം, വിമൺ എംപവർമെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗസിംഗ് ആണെങ്കിൽ ഇപ്പോൾ ലൈഫ് മിഷൻ പറയണം. അത് മാത്രമല്ല, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മെയിൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ലൈഫ് മിഷനും അതിന് മുന്നേ ഉള്ള 1 lakh ഹൗസിംഗ് സ്കീം സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് തമ്മിലൊരു കമ്പാരിസൺ പോലെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹൗസിംഗ് റിലേറ്റഡ് ആയിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി എന്താണ്, ഇതിന് മുന്നേ ഹൗസിംഗ് സ്കീമുകൾ ഇപ്പോൾ നടപ്പിലാക്കുന്ന, ഇപ്പോൾ ലൈഫ് പദ്ധതി അല്ലാതെ മറ്റേതൊക്കെ ഹൗസിംഗ് സ്കീമുകളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സെക്ടേഴ്സിനാണ് കൂടുതലായിട്ടും, എങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതലും അതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ നോക്കണം, ഹൗസിംഗിൽ നോക്കണം. ടൂറിസം എന്ന് പറയുന്നത് കേരളം ഗോഡ്സ് ഓൺ അല്ലേ, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിശേഷിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ ടൂറിസം തന്നെയാണ്. അപ്പോൾ ടൂറിസത്തെക്കുറിച്ച് അല്ലേ കൃത്യമായിട്ട് ഡൊമസ്റ്റിക് ടൂറിസത്തെക്കുറിച്ചും ഇൻ്റർനാഷണൽ ടൂറിസത്തെക്കുറിച്ചും കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകളെക്കുറിച്ചും അത് എത്രത്തോളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അതെന്തൊക്കെ ചാലഞ്ചസ് നേരിടുന്നുണ്ട്, എന്തൊക്കെ വേ ഫോർവേഡ് നിങ്ങൾക്ക് അതിന് സജസ്റ്റ് ചെയ്യാം, ഈ രീതിയിൽ ടൂറിസത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കണം.
ദെൻ വിമൺ എംപവർമെൻറ്റിൽ കുടുംബശ്രീ, ഇവിടെയാണ് കുടുംബശ്രീക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നതിൽ കുടുംബശ്രീ വഹിക്കുന്ന പങ്ക് എന്താണ്, അല്ലെങ്കിൽ കുടുംബശ്രീ എത്രത്തോളം അതിൽ സക്സസ്ഫുൾ മോഡലായിട്ട് നമുക്ക് പറയാനായി സാധിക്കും. കുടുംബശ്രീ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹിസ്റ്ററി പഠിക്കണം, എന്താണ് പ്രസൻറ്റ് സ്റ്റേറ്റസ് എന്ന് പഠിക്കണം, കുടുംബശ്രീയുടെ മറ്റ് പദ്ധതികൾ, കുടുംബശ്രീ നടപ്പിലാക്കുന്ന ഒരുപാട് ഡിഫറെൻറ്റ് മിഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ അച്ചീവ്മെൻറ്റ്സ് ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ, പോളിസീസ്, പ്രോഗ്രാംസ്, ഇമ്പാക്ട്സ്, ഇങ്ങനെ വേണം കേട്ടോ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ. അതായത് ഹെൽത്തിലും എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, അതിനുവേണ്ടി നടത്തിയിട്ടുള്ള പോളിസീസ്, അതുപോലെ തന്നെ എന്താണ് പ്രോഗ്രാംസ്, അതിൻ്റെ ഇമ്പാക്റ്റ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം ഹെൽത്ത് സെക്ടറും എഡ്യൂക്കേഷൻ സെക്ടറും കേരളത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് നവകേരളം കർമ്മ പദ്ധതി, നവകേരള മിഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നവകേരള കർമ്മ പദ്ധതി 2 അല്ലേ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് കോമ്പോണൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എഡ്യൂക്കേഷനും ഹെൽത്തും. അങ്ങനെ അത് കൂടാതെയും ഒരുപാട് ഇൻ്റർവെൻഷൻസ് എഡ്യൂക്കേഷൻ സെക്ടറിൽ, ജനറൽ എഡ്യൂക്കേഷനിലും ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലും അല്ലെ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലും എല്ലാം വരുന്നുണ്ട്. പിന്നെ ആർദ്രം പോലെയുള്ള പദ്ധതികൾ, വിദ്യാകിരണം പോലെയുള്ള പദ്ധതികൾ, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. അപ്പോൾ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്കീംസ് എന്ന് പറയുന്നതിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, സ്കീംസ് എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം സോഷ്യൽ വെൽഫെയർ സ്കീംസുകളൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ എഗ്രികൾച്ചറിലുള്ളത്, ഇൻഡസ്ട്രിയിലുള്ളത്, സർവീസ് സെക്ടറിലുള്ളത് അല്ലേ, ഇപ്പോൾ വിമൺ എംപവർമെൻറ്റിലുള്ളത്, പിന്നെന്താണ് ഹൗസിങ്ങിൽ, ടൂറിസത്തിൽ, അങ്ങനെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ സ്കീംസ് ഉണ്ട്. അപ്പോൾ സ്കീംസ് എന്ന് പറഞ്ഞാൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും പിന്നെ സ്കീംസും, ഈ എല്ലാ സെക്ടേഴ്സിലുള്ള സ്കീംസിനെ കുറിച്ച്, കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. വെറുതെ പദ്ധതികളും അത് ആരെയാണ് ഉദ്ദേശിക്കണമെന്ന് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലുള്ള സബ് കോമ്പോണൻസിനെ കുറിച്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സബ് കോമ്പോണൻസ് ഉണ്ട്. പിന്നെ ഗവൺമെൻറ് അതിനെ പിന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഒരുപാട് പുതിയ കാര്യങ്ങൾ അതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ്സിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മളുടെ പൊതു സമൂഹത്തെക്കുറിച്ചിട്ട് സ്വയം ഒരു പ്രാക്ടിക്കൽ നോളജും കൂടി നമുക്കുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ കാര്യങ്ങൾ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. പത്രവായന മുടക്കാതിരിക്കുക, അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, കേരളം നമുക്കറിയാം അല്ലേ, ഒരുപാട് ഡിസാസ്റ്റേഴ്സിന് പ്രോൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ, പ്രത്യേകിച്ച് ലാൻഡ് സ്ലൈഡ് പോലെയുള്ള അത്തരത്തിലുള്ള ഒരുപാട് ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ളൊരിടമാണ്. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച്, ഒരു KAS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ദുരന്ത നിവാരണത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം. അതിന് നിങ്ങൾക്ക് മിനിസ്ട്രിയുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ തന്നെ ഒരുപാട് ഡാറ്റാസ് അവൈലബിൾ ആണ്. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺവെൻഷൻസും പ്രോട്ടോകോൾസൊക്കെ നിലവിലുണ്ട്, അതിനെക്കുറിച്ചും ധാരണയുണ്ടായിരിക്കണം. ദെൻ പ്ലാനിംഗ് ബോർഡ്, ഇതിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് പ്ലാനിംഗ് ബോർഡ് അല്ലേ. കാരണം പ്ലാനിംഗ് ബോർഡാണ് ആക്ച്വലി കേരള ഇക്കോണമിയെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ടുള്ള ഒരു നോളജ് പകരുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത്. കേരള പ്ലാനിംഗ് ബോർഡ്, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ് കൃത്യമായിട്ട് ഓരോ സെക്ടേഴ്സിനെ കുറിച്ചും കേരള ഇക്കോണമിയെക്കുറിച്ച് ഒരു ഓവർവ്യൂ തരുന്നത്. ഞാൻ പറഞ്ഞു കേരള എക്കണോമിക് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓതൻറ്റിക് ഡോക്യുമെൻ്റ് ഉണ്ട്, അത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ് ഇറക്കുന്നത് അല്ലേ, പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്താണ്, അവരുടെ ഒരു കോമ്പസിഷൻ എങ്ങനെയാണ്, എന്തൊക്കെ റോൾസ് ആൻഡ് ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ എന്താണ് മേജർ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഇൻ ഓൾ സെക്ടേഴ്സ്, എല്ലാ സെക്ടേഴ്സിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ്, അതിലാണ് ഞാൻ പറഞ്ഞ ഒരുപാട് സ്കീംസ് വരും, എല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് കേരള ഇക്കോണമി. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതുവെ ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണ്, പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളാണ്. 1 ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റ്, 2 ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആസ്പെക്ട്, 3 സ്കീംസ് അല്ലേ. അപ്പോൾ ഓരോ സെക്ടേഴ്സും ഓരോ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോഴും ഈ 3 കാര്യങ്ങൾ, ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയോ, ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയോ, അതിലുള്ള സ്കീംസിനെ കുറിച്ച് മനസ്സിലാക്കിയോ, ഈ ഒരു രീതിയിൽ പഠനത്തെ ക്രമീകരിച്ചാൽ നിങ്ങൾക്കത് എന്തായിരിക്കും, കുറച്ചും കൂടി ഒരു കേക്ക് വോക്ക് ആയിരിക്കും ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ KASൻ്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സിവിൽ സർവീസ് ആയിട്ടുള്ള KASന് വേണ്ടി നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ്, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, പിന്നെ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, മറ്റ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി,
അതിനെല്ലാം ഉപരി എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായിട്ടാണ് നമ്മൾ KASന് വേണ്ടിയിട്ട് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ കൃത്യമായി ജെനുവിനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കെൽപ്പുള്ള അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം. അപ്പോൾ KASന്റെ എക്കോണമി എന്ന് പറയുന്ന സെക്ഷൻ്റെ സിലബസ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു അവസരം ഏറ്റവും നന്നായി ഉപയോഗിക്കുക. ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. യെസ്, ഫസ്റ്റ് വി ഷുഡ് ട്രൈ ചെയ്യണം അല്ലേ? നന്നായിട്ട് ട്രൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. താങ്ക്